നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ₹1 മുതൽ മുടക്കില്ലാതെ കോടികൾ അടിച്ചുകൊണ്ട് പോണതാണല്ലോ സിനിമ ടിക്കറ്റിലെ ടാക്സ്. ആരും വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് തന്നെയാണ്. എങ്കിൽ പോലും ₹1 സിനിമയ്ക്ക് മുടക്കാതെയാണ് ₹1 ടിക്കറ്റ് വിറ്റാൽ 33 പൈസ അവിടെ കിട്ടുന്നത്. പിന്നെ മദ്യ ടാക്സ്, ലോട്ടറി. അപ്പോൾ സിനിമ ടിക്കറ്റ്, മദ്യ വിൽക്കുന്നതിൻ്റെ ടാക്സ്, ലോട്ടറി, ഇതിൽ നിന്നാണല്ലോ മുഖ്യമായും ഈ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം. മദ്യ വിൽപ്പന നടത്തിയാലേ ടാക്സ് കിട്ടും. ഒരു കുപ്പിക്ക് ₹60 കുപ്പി മദ്യമാണെന്നാണ് ₹600 വിൽക്കുന്നത്. കുടിയന്മാരെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നത്. ലോട്ടറി ആണെങ്കിൽ അടിക്കാൻ, പ്രിൻ്റ് ചെയ്യാൻ കുറേ പൈസ ചിലവാക്കണം, കുറേ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റണം. എന്നാലേ ലോട്ടറിയിൽ നിന്ന് ലാഭം കിട്ടും. എന്നാൽ സിനിമയിൽ നിന്നാണെങ്കിൽ 10 പൈസ സർക്കാർ മുടക്കണ്ട. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ ഒരു ടിക്കറ്റ് എടുത്താൽ അത് ഇപ്പോൾ ഒരു ₹200 ടിക്കറ്റാണെങ്കിൽ 60-65 രൂപ കണ്ണും അടച്ചുകൊണ്ട് സർക്കാരിനങ്ങ് പോകും. ഇപ്പോൾ കർണാടകയിൽ അടുത്തിടെ തിയേറ്ററുകളിലെ ടിക്കറ്റിൻ്റെ വിലയൊക്കെ കുറച്ചു, നിരക്ക് കുറച്ചു. ഏകീകരിക്കുന്ന ശ്രമങ്ങൾ അവിടെ എന്തൊക്കെ നടക്കുകയാണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ KSFDCയുടെ തിയേറ്ററുകളിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടണം എന്ന ആവശ്യം പരിഗണനയാണ് സർക്കാരിൻ്റെ. അവർ കൊടുത്തിരിക്കുകയാണ്. കാരണം ചിത്രാഞ്ജലി സ്റ്റുഡിയോ കൊണ്ടൊന്നും 10 പൈസ കിട്ടുന്നില്ല. ഇപ്പോൾ എല്ലാം പൊളിച്ചടിക്കുകയല്ലോ. അപ്പോൾ ശമ്പളം കൊടുക്കണമെങ്കിൽ പോലും KSFDCയുടെ തിയേറ്ററിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടിയാലല്ലേ കൊള്ളയടിക്കാൻ പറ്റും. അപ്പോൾ സർക്കാർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ഒപ്പം നമുക്കും കുറച്ച് ടാക്സ് കൂട്ടിയാലോ. ഇപ്പോൾ 33% കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 10-20 കൂടെ കിട്ടിയാൽ ഭയങ്കര അന്തസ്സായിട്ട് ഭരിക്കാമല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ തുലച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. KSFDC തിയേറ്ററുകൾ ദീർഘവീക്ഷണമുള്ള മുൻഗാമികൾ കെട്ടിയിട്ടതുകൊണ്ട് KSFDCയിലെ ശമ്പളം മുടങ്ങാതെ കൊടുക്കാൻ പറ്റുന്നു. ചിത്രാഞ്ജലിയിലെ ഡബ്ബിംഗ് തിയേറ്ററുകൾക്കായി ഞാൻ സിനിമയിലൊക്കെ വരുന്ന കാലത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഡബ്ബിംഗ് തിയേറ്ററിന് വേണ്ടി മുൻപ് അടിയും പിടിയുമായിരുന്നു സംവിധായകന്മാർ തമ്മിൽ. രാവിലെ 6 മുതൽ നമുക്ക് തന്നിട്ട് 9 മണിക്ക് വേറെ ഏതെങ്കിലും കമ്പനിക്ക് കൊടുക്കും. അപ്പോൾ മധുസാറായിരിക്കും ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോന്ന് പറയും, അയ്യോ സമയം കഴിഞ്ഞ് കേട്ടോ, നിങ്ങൾക്ക് 9 വരെ ഉള്ളൂ, വഴക്കാവും, മധുസാറിനെ ഇറക്കി വിടാൻ പറ്റും. ഇങ്ങനെ തിക്കും തിരക്കുമായിരുന്നു ആ 2 തിയേറ്ററിൽ. കാരണം ആണുങ്ങളാണ് അന്ന് റെക്കോർഡിസ്റ്റുകളായി അവിടെ ഇരുന്നത്. P. ദേവദാസ്, ഹരി, കൃഷ്ണനുണ്ണി, പിന്നെയുണ്ട് ആരൊക്കെയോ, ഒരുപാട് പേര് നല്ല റെക്കോർഡിസ്റ്റുകളായിരുന്നു, കുറേ പേരുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ കട്ടയം കൂടെ മടക്കി. എഡിറ്റിംഗ് സെക്ഷനിലും നല്ല തിരക്കായിരുന്നു. അമ്പി സാർ എന്നെല്ലാവരും വിളിക്കുന്ന ഗോപാലകൃഷ്ണ സാറായിരുന്നു എഡിറ്റിങ്ങിൻ്റെ ചുമതല. അദ്ദേഹത്തോട് പോയി ഇങ്ങനെ മൂവിയോളം വേണം, ഒരു റീലൊന്ന് കട്ട് ചെയ്യാനാണ്, ഒരു പാട്ടൊന്ന് കട്ട് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് ടൈം വാങ്ങിക്കണം. അത്ര തിരക്കായിരുന്നു എഡിറ്റിങ്ങിൽ. അതും തീർന്നു. ഇപ്പോൾ 180 കോടി രൂപ കിഫ്ബിന്ന് കൊടുത്തിട്ട് അശാസ്ത്രീയമായി എന്തൊക്കെയോ കോൺക്രീറ്റ് വനങ്ങൾ കെട്ടി ഉയർത്തിയിരിക്കുന്നു. ഷാജി എൻ കരുൺ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത ഏക ദ്രോഹം അതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. കുറേ കോൺക്രീറ്റ് വനങ്ങൾ മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ എന്തിനാണെന്ന് പറഞ്ഞാൽ ഓഫീസ് കെട്ടിടം വരെ ഇടിച്ച് പൊളിച്ച് പുതിയത് കെട്ടുന്നു. ഒരു കുഴപ്പമില്ലാത്ത ഓഫീസ് കെട്ടിടം. എൻ്റെ ഏതോ ഒരു സീരിയലിൽ ഒരുപാട് കാലം ഷൂട്ട് ചെയ്ത ഓഫീസാണ്. 5 മണിക്ക് അവർ ഇപ്പോൾ കഴിഞ്ഞാൽ 6 മണി മുതൽ നമുക്ക് തരും രാത്രി ഷൂട്ട് ചെയ്യാൻ. നല്ല ഓഫീസായിരുന്നു. അതിനൊക്കെ ഇടിച്ച് പൊളിച്ച് പൈസ വാരി എറിഞ്ഞേക്കല്ലേ, എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പൊക്കി കുറേ ബില്ലിടാമെന്ന് വിചാരിച്ചു കാണും. സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുപാലും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MDയും കൂടി ചേർന്ന് റിപ്പോർട്ട് കൊടുത്തത്രേ സർക്കാരിന്. സ്വന്തം സ്ഥാപനത്തിലെ പെൻഷൻ മുടങ്ങാതെ കൊടുക്കാൻ വേണ്ട നടപടികൾ ചിന്തിക്കാത്ത മധുപാലാണ് ടിക്കറ്റ് സർവീസ് ചാർജ് കൂട്ടാൻ റിപ്പോർട്ട് കൊണ്ട് നടക്കുന്നത്. എനിക്ക് എൻ്റെ സുഹൃത്തായ മധുവിനോട് സത്യത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുന്നു. അയാൾ വന്നിട്ട് ഇപ്പോൾ 5 വർഷമാകാൻ പോകുന്നു. ഞങ്ങൾ ഇറങ്ങിയിട്ട് 5 വർഷമായി. 1000 രൂപയായിരുന്ന സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ 4000 രൂപയാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഈ 5 വർഷത്തിനിടയിൽ 4100 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ 100 രൂപ കൂട്ടാൻ പോലും മധുപാലിന് കഴിഞ്ഞില്ല.
എന്ന് മാത്രമല്ല ഓണത്തിനും സംക്രാന്തിക്കും തോന്നുമ്പോഴൊക്കെയാണ് പെൻഷൻ പോണത്. എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്, എത്ര മാസത്തെ തന്നു എന്ന് വാങ്ങുന്നവർക്കും അറിയില്ല, കൊടുക്കുന്നവർക്കും അറിയാതെ നാദല്ല കളരിയാക്കി മാറ്റി. അദ്ദേഹമാണ് സർവീസ് ചാർജ് കൂട്ടാൻ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നതിൽ ഒരാൾ. സർക്കാരിൻ്റെയൊക്കെ ഒട്ടി നിന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടെന്നേ. നമ്മൾ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ പറയുന്നതുകൊണ്ട് ആ 7 എല്ലത്തറി അടുപ്പിക്കുകയില്ലല്ലോ. ചലച്ചിത്ര ഈ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു ക്ഷണക്കത്ത് പോലും അയക്കാൻ സമ്മതിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ ഞാൻ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ. എനിക്ക് തോന്നുന്നു സജി ചെറിയാൻ അറിഞ്ഞില്ല എന്നുണ്ട് ഈ ഷാജി എൻ കരുൺ മരിച്ചുപോയി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ രഞ്ജിത്ത് രാജിവെച്ച് പോയപ്പോൾ പകരക്കാരൻ മാത്രമാണ്. അതും സജി ചെറിയാൻ അറിയില്ല എന്ന് തോന്നുന്നു. പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി, ക്ഷേമനിധി തലവൻ മധുപാൽ, പിന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ അവിടുന്ന് റിട്ടയറായ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാമലിംഗം എന്നിവരാണ് ടിക്കറ്റ് നിരക്ക് കൂട്ടാനുള്ള റിപ്പോർട്ട് നൽകേണ്ട സമിതിയിലുള്ളത്. 1 മാസം കൊണ്ട് റിപ്പോർട്ട് തരണം. കൂട്ടണോ വേണ്ടേ, എത്ര കൂട്ടാം? ഞാൻ കേൾക്കുന്നത് ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസറെയൊക്കെ എന്തിനാണ് ഇതിൽ വെച്ചേ? സിനിമയിൽ നിന്ന് ആരെങ്കിലും അല്ലേ വെക്കേണ്ടേ? തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ ഒരു നേതാവിനെയോ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ ഒരു നേതാവിനെയോ ഇവരാരെയും വെച്ചില്ലെങ്കിൽ ഫിലിം ചേംബറിൻ്റെ ഒരാളെയൊക്കെയാണ് കമ്മിറ്റി വയ്ക്കേണ്ടത്. അതൊന്നും വയ്ക്കില്ല. സിനിമയുമായി ബന്ധമുള്ള ഒരാളും ഇവിടെ വേണ്ട. ഞങ്ങളുടെ ബോർഡിൻ്റെ വീരശൂര പരാക്രമികളുണ്ട്, ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞിടാത്തവന്മാർ, അല്ലെങ്കിൽ ഈ റിട്ടയറായ രാമലിംഗന്മാരുണ്ട്, ഞങ്ങൾ അവരെ വെച്ച് ഉണ്ടാക്കിക്കൊള്ളാമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. 1 മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ടിക്കറ്റ് വരും എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, പക്ഷേ വന്നില്ല. തിയേറ്ററുകളിൽ വിൽക്കുന്ന കൃത്യമായ കണക്ക് വരുന്നില്ല എന്ന് പറയുന്നു. എന്നാലും ഈ ടിക്കറ്റ് വരുന്നില്ല. സർക്കാർ തന്നെ പറയാണ് ടിക്കറ്റുകളുടെ കണക്ക് കൃത്യമായിട്ട് വരുന്നില്ല, അതിൽ ആരോ കൈയിട്ടൊക്കെ വാരുന്നുണ്ട്. എന്നാൽ എടാ നീ ഈ ടിക്കറ്റ് കൊണ്ടുപോവാ, കൊണ്ടുവരാം, കഴിഞ്ഞ 5 വർഷമായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു ചുക്കും നടക്കുന്നില്ല. അതുപോലെ അവരുടെ പ്രധാന പരാതി, മാളുകൾ 250 രൂപ മുതൽ 500 രൂപ വരെ വാങ്ങുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അതിലാണ് അവർക്ക് കൃമിയടി സർക്കാരിന്. ഇപ്പോൾ എന്താ പറയുക, ലുലുവിലൊക്കെ ഉള്ള തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ 250 രൂപ മുതൽ 500 രൂപ വരെ ടിക്കറ്റിന് കൊടുക്കണം. അതുപോലെ നമ്മളെ ഈ പാർട്ട തിയേറ്ററിനും കൊടുക്കണമെന്നാണ് സർക്കാർ പറയുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ പോയാലേ 20 രൂപയ്ക്ക് പച്ചക്കറികൾ കൂറ് വയ്ക്കും. അപ്പോൾ 20 രൂപയുടെ തക്കാളി, 20 രൂപയുടെ ചീനിയമരയ്ക്ക, 20 രൂപയുടെ ചേമ്പുകിഴങ്ങ്, 20 രൂപയുടെ മുരിങ്ങയ്ക്ക, നമുക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കാം. 20 രൂപ മുടക്കിയാൽ മതി ഒരു കൂറിന്. എന്നാൽ ലുലു മാളിൽ ഒരിക്കലും യൂസഫ് അലി സാഹിബ് കൂറ് വയ്ക്കാറില്ല. അവർ ഒട്ടിച്ചിരിക്കുന്ന വിലയും ടാക്സും GSTയും കൊടുത്താൽ മാത്രമേ അവിടുന്ന് വാങ്ങാൻ പറ്റൂ. ഈ സജി ചെറിയാൻ അടക്കമുള്ളവർ ആദ്യം അത് പഠിക്കണം എന്ന് ഞാൻ പറയും. ചാല മാർക്കറ്റിൽ 20 രൂപയ്ക്ക് കൂറ് കിട്ടുന്നത് പോലെ ലുലുവിൽ കിട്ടില്ല. അതുപോലെ ലുലുവിൻ്റെയൊക്കെ മാളുകളിൽ പോയിരുന്ന് കിടന്നോട് സിനിമ കാണുന്നതിന് 500 രൂപ കൊടുക്കുന്നവൻ നിങ്ങളുടെ മൂട്ടകടി കൊള്ളുന്ന തിയേറ്ററിൽ വന്ന് ആ പൈസയ്ക്ക് സിനിമ കാണില്ല എന്നുള്ള ബാലപാഠമെങ്കിലും സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് ഞാൻ പറയുന്നില്ല, സിനിമാ വകുപ്പ് മന്ത്രി അറിയുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. ടിക്കറ്റ് നിരക്ക് കൂട്ടണോ എന്ന കമ്മിറ്റിയിൽ തിയേറ്ററുമായി അല്ലെങ്കിൽ സിനിമയുമായി പുലബന്ധമുള്ള ഒരാളെപ്പോലും ആ കമ്മിറ്റിയിൽ ചേർത്തിട്ടില്ല എന്നുള്ളതാണ് സജി ചെറിയാൻ്റെ മിടുക്ക്. സംഗതി ഭംഗിയായി നടക്കട്ടെ, തിയേറ്ററുകളിൽ നിന്നും പ്രേക്ഷകർ അകലട്ടെ. കാരണം നമ്മൾ വ്യാജ സിനിമകളെക്കുറിച്ച്, നെറ്റിലൊക്കെ വരുന്ന സിനിമകളെക്കുറിച്ച് ചെയ്തപ്പോൾ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ നിങ്ങളുടെ പറഞ്ഞല്ലോ, സാറേ എന്തിനാ സാറേ ഈ തല്ലുപൊളി പടം കാണാൻ 250-300 കൊടുക്കണേ, ഈ വ്യാജൻ ഫ്രീ ആയിട്ട് കാണാൻ കിട്ടുമ്പോൾ അത് മതിയല്ലോ എന്ന് പറയും. നിങ്ങൾ തിയേറ്ററിൻ്റെ പൈസ കൂട്ടണം. ഒരു ടിക്കറ്റിന് 1000 രൂപ ആക്കണം. അപ്പോൾ ഒരു പട്ടിയും തിയേറ്ററിലേക്ക് തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ വ്യാജ നെറ്റുകളിൽ കയറി ആളുകൾ സിനിമ കാണട്ടെ. അങ്ങനെ സിനിമാ രംഗം തന്നെ തൊലച്ചിട്ടേ പോകാവൂ എന്നാണ് സജി ചെറിയാനോടും ഈ അക്കാദമി ചെയർമാനോടും സാംസ്കാരിക ക്ഷേമനിധി വകുപ്പ് ചെയർമാനോടും KSFDCയുടെ ചെയർമാനോടും അല്ലെങ്കിൽ MDയോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. നമസ്കാരം. പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണല്ലോ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിച്ചത്. പേരിലാണ് എല്ലാം ഇരിക്കുന്നതെന്ന് തെളിയിച്ച നിരവധി സംഭവങ്ങളുണ്ട് പറയാനാണെങ്കിൽ. ഞാനിപ്പോഴും എൻ്റെ പേരിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞതാണല്ലോ, എനിക്ക് 3.5 വയസ്സും അനുജൻ 2.5 വയസ്സും ഉള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചു പോയതെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും പേരുകൾ ഇട്ട ശേഷമായിരുന്നു അച്ഛൻ മരിച്ചത്.
എൻ്റെ അച്ഛൻ മരിച്ച കഥ, അനുജൻ മരിച്ച കഥ എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത്? എൻ്റെ അച്ഛൻ മരിച്ച ഡേറ്റ് എനിക്ക് മാറ്റി പറയാൻ പറ്റുമോ? ഞാനൊരു കഥ പറയുമ്പോൾ അതിലെന്തെങ്കിലും ആവശ്യത്തിൽ പറയേണ്ടി വരുമ്പോൾ എനിക്ക് 3.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ ആരോ എന്നെ വിളിച്ച് ചോദിച്ചു, സാറേ ഈ 3.5 വയസ്സിൽ അച്ഛൻ മരിച്ചത് എന്തിനാ സാറേ പിന്നെയും പറയണത്? അത് നമ്മൾ പറയുന്ന ഒരു സബ്ജക്റ്റിൽ അത് ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇവിടെ ആവശ്യം വന്നിട്ടല്ലേ ഞാൻ പറയണേ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേരിട്ട ശേഷമാണ് അച്ഛൻ മരിച്ചത്. ശാന്തിവിള UP സ്കൂളിൽ എന്നെ ചേർത്തു. പഠിക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ പേരിൽ എന്തോ ഒരു കുറവുള്ളതുപോലെ എനിക്ക് തോന്നിയത് അപ്പോഴാണ്. ശാന്തിവിള UP സ്കൂളിൽ 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ ആകെപ്പാടെ ഒരൊറ്റ ദിനേശനേ ഉള്ളൂ. അതാണ് എന്നെ വിഷമിപ്പിച്ചത്. 7 കഴിഞ്ഞപ്പോൾ നേമം വിക്ടറി ബോയ്സ് സ്കൂളിലേക്ക് എന്നെ പറിച്ചു നട്ടു. അവിടെയും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളിൽ ഒരു ഡിവിഷനിൽ A മുതൽ E വരെയുള്ള ഡിവിഷൻ ഉണ്ടായിരുന്നു. ഒരു ഡിവിഷനിലും ഒരു ദിനേശനെ തപ്പിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കത് ഭയങ്കര പ്രയാസമായി. എൻ്റെ അനുജൻ്റെ പേരാണെങ്കിൽ ശിവൻകുട്ടി എന്നാണ്. നാട്ടിലവനെ ശങ്കരൻ എന്നാണ് അറിയപ്പെടുന്നത്. ശിവൻകുട്ടി, ശിവൻപിള്ള, ശിവൻ മേസരി, ശിവശങ്കരൻ, ശിവചന്ദ്രൻ, ശിവകുമാർ, ശിവാനന്ദൻ, ശിവരാമൻ, ശിവമണി, ഇങ്ങനെ ശിവൻ ചേർന്ന എത്രയോ പേരുകൾ ശാന്തിവിളയിലെ പലർക്കും ഉണ്ട്. ശങ്കരനും ധാരാളമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ ജന്മിയുടെ പേര് ശിവശങ്കരപിള്ള എന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ പ്രശസ്തനായ ഒരു ആഹാരമെഴുത്തുകാരൻ്റെ പേരും മേട്ടിൽ ശങ്കരപിള്ള എന്നായിരുന്നു. ഇതൊക്കെ ആകണം. എൻ്റെ പേരിൽ വല്ലാത്തൊരു കോംപ്ലക്സ് ഉണ്ടായി എനിക്ക്. ആർക്കുമില്ലാത്ത പേര്. പലവട്ടം ഞാൻ അമ്മയോട് സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തിനമ്മ എനിക്ക് ഇങ്ങനെ ഒരു പേരിട്ടതെന്ന്. എന്തിനാണ് എനിക്ക് ആർക്കുമില്ലാത്ത പേരിട്ടതെന്ന് എനിക്ക് അക്കാലത്ത് അറിയില്ലായിരുന്നു. അച്ഛൻ മനസ്സിലെന്തോ കണ്ടിട്ടാകണം നിനക്ക് ഈ പേരിട്ടത് എന്നായിരുന്നു അമ്മ പറഞ്ഞ മറുപടി. സൂര്യദേവൻ്റെ പര്യായ പദങ്ങളിലൊന്നാണല്ലോ ദിനേശൻ. ഇഷ്ടമില്ലാത്ത പേരുമായി ഞാൻ നടന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ അച്ഛൻ ദീർഘദർശിയായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ശിവൻകുട്ടിയെന്ന് എൻ്റെ അനുജനിട്ടതുപോലെ എനിക്ക് ചന്ദ്രൻകുട്ടിയെന്നോ കിഷൻകുട്ടിയെന്നോ രാമൻകുട്ടിയെന്നോ അച്ഛൻ പേരിടാത്തത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെയും തെരുവ് നാടകങ്ങളിൽ യവൻ നാളെ നടനാകുമെന്നോ സിനിമാ പത്രപ്രവർത്തകനാകുമെന്നോ സിനിമയിൽ PROയോ സംവിധായകനോ അല്ലെങ്കിൽ സീരിയലുകളുടെ സംവിധായകനോ ഒക്കെ ആകുമെന്നോ അന്നിവൻ ചന്ദ്രൻകുട്ടി കിഷൻകുട്ടി എന്നൊക്കെയുള്ള നല്ല പേരുകളല്ല, അധിക മാർക്കുമില്ലാത്ത പേരിടണമെന്ന് അച്ഛൻ ചിന്തിച്ചിരിക്കാം. കാരണം രണ്ടാമത്തവൻ അങ്ങേ അറ്റം പോയാൽ KSRTCയിലെ ഡ്രൈവറേ ആകൂ എന്ന് അച്ഛന് തോന്നിയിരിക്കാം. അതുകൊണ്ട് അവന് ശിവൻകുട്ടിയെന്നോ ശങ്കരൻകുട്ടിയെന്നോ മതിയെന്ന് അച്ഛൻ തീരുമാനിച്ചിരിക്കാം. ഞാൻ ആലോചിക്കുന്നത് നാടകരചന ഭാസ്കരപിള്ള എന്ന് മൈക്കിലൂടെ പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഗുമ്മുണ്ടാവില്ല. എന്നാൽ അതിനും എത്രയോ മുകളിലാണ് നാടകരചനാ സംവിധാനം തോപ്പിൽ ഭാസി എന്ന് പറയുമ്പോൾ. ഒറ്റപ്പിളാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് ഗാനരചന നടത്തിയ സംഗീതം ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രസം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഭയങ്കര ബോറായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒറ്റപ്പിളാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പാണ് ഗാനരചന നടത്തിയത് എന്ന് പറയുമ്പോൾ. ഗാനരചന ONV കുറുപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ മുഖം മലയാളികളുടെ മനസ്സിൽ ക്ലോസപ്പായി വിരിയും എന്നാണ് എൻ്റെ വിശ്വാസം. അടുത്തതായി KT സുകുമാരൻ നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സുകുമാരനെ ആവുകയുള്ളൂ. നേരെ മറിച്ച് നമ്മളെവരും കാത്തിരിക്കുന്ന സുകുമാർ അഴീക്കോടിനെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഒരു പവർ, ശരിയല്ലേ? കോളത്ത് തട്ടാരത്ത് സുകുമാരൻ എന്ന് പറഞ്ഞാലും ഒരു ഗിമ്മുണ്ടാവില്ല. സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഭാഗമായി. പ്രേം നസീർ മുതൽ കുഞ്ചനും കുതിരവട്ടം പപ്പുവും ജയനും അടക്കം എത്രയോ പേര് സ്വന്തം പേര് വീഴ്ചവരായുണ്ട്. കിഷൻ നായരെന്നോ അമ്മ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ബേബി എന്നോ ഇട്ടിരുന്നെങ്കിൽ ജയൻ എന്ന പേരിൻ്റെ ഗാംഭീര്യം നമുക്ക് ലഭിക്കുമായിരുന്നില്ല, ശരിയല്ലേ? ഇപ്പോൾ ഈ പേരിൽ എന്തിരിക്കുന്നു എന്ന ചിന്ത കൊണ്ടുവന്നത് നമ്മുടെ അഭിമാനമായ മെഗാസ്റ്റാർ
മമ്മൂട്ടിയെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ്. മമ്മൂട്ടിയുടെ പഠനകാലത്ത് ഒന്നിച്ചു പഠിച്ച ആരോടെങ്കിലും ഉമർ ഷെരീഫിനെ ഓർമ്മയുണ്ടോ എന്ന് തിരക്കിയാൽ അവർ ചിരിക്കും. മഹാരാജാസിലോ ലോ കോളേജിലോ പഠിച്ച ആരോടെങ്കിലും ഉമർ ഷെരീഫിനെ അറിയാമോ എന്ന് മമ്മൂക്ക പഠിച്ചിരുന്ന കാലത്തെ സഹപാഠികളോട് ചോദിച്ചാൽ അവർ പൊട്ടിച്ചിരിക്കും. പിന്നെ സ്വകാര്യമായി പറയും, അത് നമ്മുടെ മമ്മൂട്ടിയുടെ പേരാടോ എന്നാവും ഉത്തരം. മഹാരാജാസിൽ കൂടെ പഠിച്ചിരുന്നവർ ഉമർ എന്നും ഷെരീഫ് എന്നും കുറേ കാലം മമ്മൂക്കയെ വിളിച്ചിരുന്നു. ഈജിപ്ഷ്യൻ നടനായ ഉമർ ഷെരീഫ്, കേരളത്തിലെ ആ ഉമർ ഷെരീഫിനെ ഓർത്തുകൊണ്ടാണ് കേരളത്തിലെ ഉമർ ഷെരീഫ് ആകുമെന്ന് മമ്മൂട്ടി നിശ്ചയിച്ചത് ആ കാലത്ത്. അതിൽ അദ്ദേഹം ഒരുപാട് സന്തോഷം കണ്ടിരുന്നു. വീട്ടുകാരുടെ പേരിനെ മുക്കിയിട്ട് ഉമർ ഷെരീഫ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. യാദൃച്ഛികമായി നനച്ചിരിക്കാതെ ഒരു നാൾ എല്ലാം പൊളിഞ്ഞു. കയ്യിലിരുന്ന പുസ്തകത്തിൽ നിന്നും കോളേജിലെ തിരിച്ചറിയൽ കാർഡ് നിലത്ത് വീണു. അത് കണ്ടെടുത്ത കുരുത്തം കെട്ട ഒരു സഹപാഠി ശശിധരൻ തിരിച്ചറിയൽ കാർഡിലെ പേര് കണ്ട് അലറി, എടാ കള്ള, നിൻ്റെ പേര് മുഹമ്മദ് കുട്ടി എന്നാണോ? കള്ളപ്പേരിൽ നടക്കുന്നോടാ മമ്മൂട്ടി. നീ മമ്മൂട്ടി അല്ലടാ ഉമർ ഷെരീഫെ, നീ എന്തിനീ കള്ളം പറഞ്ഞ് എന്ന് ചോദിച്ചു. ഇന്ത്യയിലെ മഹാനടനായി വളർന്ന മമ്മൂട്ടിയെ ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന് വിളിച്ചതിൻ്റെ ക്രെഡിറ്റ് ഈ പറഞ്ഞ ശശിധരനാണ്. ആ നാവ് പൊന്നായിരിക്കണം ഇല്ലേ? അതോടെ മഹാരാജാസിലെ കുരുത്തം കെട്ട ഒരു ടീമുണ്ടായിരുന്നു. ആ ടീമിൻ്റെ ലീഡറുടെ പേര് മമ്മൂട്ടി എന്നായി മാറി. ആ പേര് ലോകം മുഴുവൻ ബഹുമാനത്തോടെ വിളിക്കുന്ന പേരായി. 74-ാം വയസ്സിലും ആ പ്രശസ്തി അങ്ങനെ തന്നെ ഉദിച്ചുയർന്നു നിൽക്കുന്നു ഇല്ലേ? മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഉണ്ടോ? മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ മറ്റു ചിലരുടെ പേര് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് സിനിമാ നടനാണ്, സംവിധായകനാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഉമർ ഷെരീഫ് എന്ന പേര് സ്വീകരിച്ചിരുന്നെങ്കിൽ മമ്മൂട്ടി ഉണ്ടാക്കിയെടുത്ത എന്താ പറയുക മാനസികമായ ഇൻറ്റിമസി ഉണ്ടാക്കിയെടുക്കാനാകുമായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിന് കാണില്ലായിരിക്കാം. നമുക്ക് മമ്മൂട്ടിക്ക് പകരം ഉമർ ഷെരീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഫിക്സ് ചെയ്തെന്ന് വെച്ചോളൂ. ഈ ഗും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മമ്മൂക്ക അതിൻ്റെ ഒരു ചന്തം, ലാളിത്യം, നമ്മുടെ ആരോ ആണെന്നുള്ള മാനസിക പൊരുത്തം മറ്റൊരു പേരിനും നേടാനാകില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അദ്ദേഹത്തിന് ചേർന്നത് മമ്മൂട്ടി തന്നെയാണ്. PA മുഹമ്മദ് കുട്ടി എന്ന രക്ഷകർത്താക്കളിട്ട പേരിന് ഒരു ഗുമ്മില്ല എന്നാണ്, അല്ലെങ്കിൽ പഴഞ്ചൻ എന്നാണോ, അങ്ങനെ ഒരു തോന്നൽ മമ്മൂക്കയുടെ മനസ്സിൽ ചേക്കേറിയിരുന്നു അക്കാലത്ത്. മഹാരാജാസിൽ BAക്ക് ചേർന്നപ്പോഴാണ് കൂട്ടുകാരിൽ ചിലർ അറബിയിലെ മെഹമ്മദ് കുട്ടി എന്ന് വിളിച്ചപ്പോഴും അദ്ദേഹത്തിന് ഒരു രസം തോന്നിയില്ല. അച്ഛനമ്മമാർ മരിക്കുന്നതുവരെയും സ്നേഹത്തോടെ വിളിച്ചത് മമ്മദ് കുഞ്ഞെന്നാണ്. യഥാർത്ഥ പേര് അറിയുന്നവർ മഹാരാജാസിൽ കൂടെ പഠിക്കാൻ ഇല്ലാത്തതിനാൽ ഉമർ ഷെരീഫ് പെട്ടെന്ന് ക്ലിക്കായി. യൂസഫ് ഖാന് ദിലീപ് കുമാർ ആകാമെങ്കിൽ, അബ്ദുൽ ഖാദറിന് പ്രേം നസീർ ആകാമെങ്കിൽ മുഹമ്മദ് കുട്ടിക്ക് ഉമർ ഷെരീഫുമാകാം എന്നായിരുന്നു മമ്മൂക്കയുടെ അക്കാലത്തെ ചിന്ത. ഇവിടെ വേണമെങ്കിൽ ഒരു കുസൃതി കഥ പറയാം. മധുവയ്പ്പനിക്ക് പകരക്കാരനായി ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ് മെലിഞ്ഞ് കൊല്ലുന്നതിനുള്ള ചെറുപ്പക്കാരൻ നാനയുടെ മദ്രാസ് ലേഖനായി എത്തി. ഒരു സിനിമ സെറ്റ് ആദ്യമായി കവർ ചെയ്യാൻ പ്രകാശ് സ്റ്റുഡിയോയിൽ പോയി. പ്രേം നസീറും അടൂർ ഫാസിയും KP ഉമറും ഒക്കെയുള്ള സെറ്റാണ്. അവിടെ വച്ച് KP ഉമർ ഒരുതരം ആക്കിയുള്ള വർത്തമാനം മേനോനോട് പറഞ്ഞു. അത് മേനോൻ രസിച്ചില്ല. അങ്ങോട്ട് കയറി ഉടക്കി. ആദ്യമായിട്ട് സെറ്റ് കവർ ചെയ്യാൻ പോയതാണ്, കയറി ഉടക്കി. താരങ്ങൾ മറ്റേത് ലോകത്തു നിന്നും വന്ന ഗന്ധർവന്മാരെ പോലെ വിലസുന്ന കാലമാണ് അക്കാലത്ത്. സിനിമ പത്രലേഖകന്മാർ നടീനടന്മാരുടെ നക്കാപ്പിച്ച വാങ്ങി അവരുടെ സ്തുതിപാഠകരായി അന്നത്തിന് വക തേടുന്ന കാലത്താണ് പരസ്യമായിട്ട് ഈ മെലിഞ്ഞ് കൊലുന്നതിനുള്ള പയ്യൻ ബാലചന്ദ്ര മേനോൻ എന്നുള്ള ഞാഞ്ഞൂല് പോലുള്ള പയ്യൻ KP ഉമർ എന്നുള്ള ആജാന്റെ ബാഹുവിനോട് കയറി ഉടക്കിയത്. പ്രശ്നങ്ങൾ വഷളാകും മുമ്പ്
പ്രൊഡക്ഷൻ മാനേജർ മേനോനെ കാറിൽ കയറ്റി വിട്ട് രംഗം ശാന്തമാക്കി. കവർ ചെയ്യാൻ പറ്റിയില്ല, ആദ്യത്തെ സിനിമാ സെറ്റ് കവർ ചെയ്യാൻ പറ്റിയില്ല, മേനോൻ വിട്ടില്ല. അക്കാലത്ത് ഉമ്മറിനെതിരെ കേസൊക്കെ കൊടുത്ത ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ഒരു അടിപൊളി അഭിമുഖം ഇദ്ദേഹം എടുത്തു. ഉമ്മറിനെ ശരിക്കും കളിയാക്കും വിധം ഞാനയിലത് അടിച്ചു വരികയും ചെയ്തു. ഡോക്ടർ ബാലകൃഷ്ണൻ നിങ്ങൾക്ക് അറിയാമല്ലോ, സത്യനന്ദിക്കാരൻ്റെയും പി ചന്ദ്രകുമാറിൻ്റെയൊക്കെ ഗുരുനാഥൻ. അദ്ദേഹം ഏതൊരു സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഉമ്മറുമായിട്ട് ഉടക്കി നിൽക്കുന്ന കാലമായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞോടേ, നിനക്ക് പറ്റിയ ഒരാളുണ്ട്, ഡോക്ടർ ബാലകൃഷ്ണനെ പോയി കാണും, അയാൾ വാ നിറച്ച് ഇയാളെപ്പറ്റി പറയും പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. അതിനെ മനോഹരമായ ഒരു അഭിമുഖമാക്കി നാനിൽ 2 ലക്കത്തിലെന്തോ അടിച്ചു വന്നു. ഈ അഭിമുഖം നാനിൽ അടിച്ചു വന്നതിൻ്റെ അന്ന് രാത്രി മേനോൻ താമസിക്കുന്ന ലോഡ്ജിൽ 2 പേര് മേനോനെ തേടി വന്നു. അതിലൊരാൾ സ്വയം പരിചയപ്പെടുത്തി, ഞാൻ ഉമ്മറിൻ്റെ പേഴ്സണൽ ഡ്രൈവറാണ്, ഉമ്മർ സാറിൻ്റെ പേഴ്സണൽ ഡ്രൈവറാണെന്ന് പരിചയപ്പെടുത്തി. ഉമ്മർ സാർ പറഞ്ഞിട്ടാണ് വന്നതെന്നും മേനോനെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെന്നും ഡ്രൈവർ പറഞ്ഞുവെന്നും കൂടെ താമസിക്കുന്ന കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ശരിക്കും മേനോനൊന്ന് ഞെട്ടി. മദ്രാസിൽ വർഷങ്ങളായി താമസിക്കുന്ന പ്രശസ്തരായ ധനാഢ്യന്മാരായ സിനിമാക്കാരോടാണ് കളിച്ചിരിക്കുന്നത്, സംഗതി ഒട്ടും പന്തിയല്ല എന്ന് ബുദ്ധിമാനായ മേനോന് തോന്നി. തൽക്കാലം ഇവിടുത്തെ വാസം നിർത്തുന്നതാണ് ഭംഗി എന്ന് അദ്ദേഹത്തിന് തോന്നി. മധുവയ്പ്പനെ നിർമ്മാതാക്കളുടെ ഒരു നിർമ്മാതാവും ഗുണ്ടകളും കൂടെ വന്ന് തല്ലി പല്ല് അടിച്ചു പൊളിക്കുകയൊക്കെ ചെയ്തില്ലേ, അതുപോലെ നാളെ എന്നെയും അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ എന്നെയും തട്ടാം എന്ന് മേനോന് തോന്നി. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിനൊരു കാര്യം ഓർമ്മ വന്നത്. രാരിച്ചൻ എന്ന പൗരനിലൂടെ ബാലതാരമായി സിനിമയിലെത്തി, കുറേ കാലം സിനിമാ താരമായിരുന്നു. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മാനേജരും നിർമ്മാതാവും പിന്നെ നടനും ഒക്കെ ആയി മാറിയ PA ലത്തീഫിനെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. 3-4 ദിവസം ലത്തീഫ് നുങ്കമ്പക്കത്തെ ഹോട്ടൽ രാജിലുണ്ട്, ഒറ്റയ്ക്കാണ് താമസമെന്നും സംസാരത്തിനിടയിൽ പറഞ്ഞിരുന്നു. ലത്തീഫ് മടങ്ങും വരെ ഒരു 4 ദിവസത്തേക്ക് സേഫായിട്ട് ഈ നുങ്കമ്പക്കത്തുള്ള രാജ് ഹോട്ടലിൽ താമസിക്കാമെന്ന് മേനോൻ വിശ്വസിച്ചു. ലത്തീഫിനെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരികയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ മേനോൻ എത്തുന്നതിന് മുമ്പ് തന്നെ, നാനയുടെ മദ്രാസ് ലേഖനല്ലേ, അത്രയും വിലയുണ്ടല്ലോ, അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ കഴിക്കാനുള്ള ആഹാരവും കിടക്കാനുള്ള ഇടവുമൊക്കെ ലത്തീഫിക്ക റെഡിയാക്കി വച്ചിരുന്നു. ചെന്നു, സുഖമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ ലത്തീഫ് രാവിലെ എണീറ്റു. ഉറങ്ങുന്ന മേനോനെ ശല്യപ്പെടുത്താതെ ചായ കുടിക്കാനും പത്രം വാങ്ങാനുമായിട്ട് ലത്തീഫിക്ക പുറത്തേക്ക് പോയി. മുറിയിൽ ഫോൺ ബെല്ലടിച്ചു. ഉറക്കം മുറിഞ്ഞു പോയതിൻ്റെ വിഷമത്താൽ മേനോൻ ഫോണെടുത്തു. ഹലോ. മറുതലക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, മിസ്റ്റർ ലത്തീഫില്ലേ എന്ന് ചോദിച്ചു. മിസ്റ്റർ ലത്തീഫില്ലേ, എവിടെയോ കേട്ടിട്ടുള്ള ശബ്ദം പോലെ, നല്ല പരിചയം. അവസാനം മേനോൻ നിശ്ചയിച്ചു, അത് അദ്ദേഹം തന്നെ. മേനോന് ആളിനെ പിടികിട്ടി. ഇത് റിസീവറിൻ്റെ മറുതലക്കിൽ നിൽക്കുന്നത് KP ഉമ്മറാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റിയ രസം മേനോന്. ആരെ പേടിച്ച് ഒളിച്ചു താമസിക്കാൻ വന്നോ അയാളിതാ റിസീവറിൻ്റെ മറുതലക്കൽ നിൽക്കുന്നു, സാക്ഷാൽ KP ഉമ്മർ. നിങ്ങളെന്താ ഒന്നും പറയാത്തത്, മിസ്റ്റർ ലത്തീഫ് അവിടെ ഉണ്ടോ എന്ന് വീണ്ടും ചോദിച്ചു. മേനോൻ വളരെ കൂളായിട്ട്, അല്ല ഇതാരാ സംസാരിക്കുന്നത് ചോദിച്ചു. അത് ശരി, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ മാത്രമേ ലത്തീഫ് ഉണ്ടോ ഇല്ലേ എന്ന് താങ്കൾ പറയുള്ളൂ. അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. ഇങ്ങോട്ടല്ലേ വിളിച്ചത്, ആ സ്ഥിതിക്ക് ആരാണ് വിളിച്ചത് എന്നത് വിളിച്ച ആൾ പറയേണ്ട മര്യാദ ഉണ്ടല്ലോ. ഇവിടെ ഒരു കാര്യം പറയേണ്ടത്, സിനിമാ തിരക്ക് ചെറുതായി കുറഞ്ഞു തുടങ്ങിയ കാലത്ത് ഹലോ എന്ന് പറഞ്ഞ് ഒരു ടെലിഫിലിം ബാലചന്ദ്രമേനോൻ ചെയ്തിട്ടുണ്ട്. മനോഹരമായ ടെലിഫിലിമാണ്. കാരണം ഒരു ഫോൺ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള രസകരമായ കഥ പറയുന്ന ടെലിഫിലിമായിരുന്നു. അത് യൂട്യൂബിലുണ്ടോ എന്ന് എനിക്കറിയില്ല, മേനോൻ ചേട്ടനോട് ചോദിക്കണം. ഹലോ എന്നാണ് അതിൻ്റെ പേര്. നല്ല ടെലിഫിലിമായിരുന്നു, നമ്മൾ രസിച്ച് കാണാവുന്നതാണ്, എന്നാൽ നമ്മളെല്ലാം പഠിക്കേണ്ടതുമാണ്. ഇപ്പോൾ എന്നെ പലരും വിളിക്കും, ഹലോ ഞാൻ ദിനേശാണ്, ആരാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അല്ല നിങ്ങളാരാ, അല്ല വിശേഷങ്ങൾ പറയൂ, പേര് പറയില്ല ഇങ്ങോട്ട്. അങ്ങനെ ഞാനൊരു 100 പേര് ഈ അടുത്ത കാലത്ത് കട്ട് ചെയ്ത് കളഞ്ഞു, പുറ വച്ചിട്ടൊന്നുണ്ട്.
ഫോണിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് നമ്മളൊരാളെ വിളിച്ചാൽ, ഞാനിപ്പോൾ നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഹലോ ഞാൻ ദിനേശാണേ, ശാന്തിയുള്ള ദിനേശ് എന്ന് പറയും. പറയൂ എന്ന് പറഞ്ഞ് സംസാരിക്കും. ഇതങ്ങനെയല്ല. നമ്മളെ വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും വിളിക്കുന്നവർ പേര് പറയില്ല പലരും. മര്യാദയില്ലാത്ത ഒരു പെരുമാറ്റമാണ്. അതൊക്കെ നിങ്ങൾ ഈ ബാലചന്ദ്രമേനോൻ്റെ ടെലിഫിലിം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറഞ്ഞത് അതാണല്ലോ അതിൻ്റെ മര്യാദ. ഇങ്ങോട്ടല്ലേ കോൾ വന്നത്, ആ സ്ഥിതിക്ക് ആരാ വിളിച്ചത് എന്നുള്ളത് പറയേണ്ട മര്യാദ ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ടിപ്പു സുൽത്താൻ. ഉമ്മർക്ക് പറയാണ് ഞാൻ ടിപ്പു സുൽത്താനാണെന്ന്. ആഹാ മോനെ, എപ്പോൾ വന്നടാ നീ? മേനോൻ പഴയ കോളേജ് കാലത്തെ മിമിക്രി അങ്ങ് എടുത്തിട്ടു. ഉമ്മറിനെ വിളിക്കുക, മോനെ എപ്പോൾ വന്നടാ നീ എന്നിട്ട്. എന്താ പറഞ്ഞത്? മോനെന്നോ? നിങ്ങൾ ടിപ്പു സുൽത്താൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, മോൻ എപ്പോഴാണ് വന്നതെന്ന്. നിങ്ങളാരാ ഈ പറയുന്നത്? ഞാൻ ഹൈദരാലി, ടിപ്പു സുൽത്താൻ്റെ ബാപ്പ. മറുതലയ്ക്കൽ ഫോൺ വെച്ചു. ഞാനോ ഹലോ 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 എന്ന് പറഞ്ഞിട്ടൊന്നും പിന്നെ ശബ്ദമില്ല. അധിപനിൽ മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ വക്കീൽ ചെയ്യുന്ന പോലെ ഒരുത്തനെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ പരമരസം എന്ന് പറഞ്ഞ് മോഹൻലാൽ കട്ടിൽ കിടന്ന് മറിയുന്ന ഒരു സീനുണ്ടല്ലോ, അതുപോലെ മേനോനൊരു സന്തോഷമായി. കാരണം പ്രേം നസീറിൻ്റെയോ അടൂർഭാസിൻ്റെയും ഷൂട്ടിംഗ് ക്രൂവിൻ്റെയൊക്കെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്ത KP ഉമറിനൊരു നല്ല പണി കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് സന്തോഷിച്ചു. അപ്പോഴേക്കും ചായയും കുടിച്ച് പത്രവും വാങ്ങിച്ചുകൊണ്ട് ലത്തീഫൊക്കെ വന്നു. മേനോൻ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനൊരു ഫോൺ വന്നു, ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ലത്തീഫൊക്കെ പറഞ്ഞത് അതൊന്നും സാരമില്ല, ഉമ്മക്ക് ഇതൊക്കെ തമാശയ്ക്ക് എടുക്കുന്ന ആളാണ് എന്നായി ലത്തീഫ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അതാ വീണ്ടും വരുന്നു, ഫോൺ റിങ് ചെയ്യുന്നു. ലത്തീഫിക്ക ഫോൺ എടുത്തു. ഉമ്മറിൻ്റെ ആദ്യ ചോദ്യം, ആരാണ് നേരത്തെ ഫോൺ എടുത്തത്? അത് നമ്മുടെ നാനയുടെ പുതിയ മദ്രാസ് ലേഖകൻ ബാലചന്ദ്രൻ മേനോനാണ് എന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ മേനോനെന്ന് കേട്ടതും വേറെ ആരാണെങ്കിലും ചൂടാവും, കാരണം സെറ്റിൽ വെച്ച് മുടക്കിപ്പോയതല്ലേ. പക്ഷേ ഉമ്മക്ക് അങ്ങനെ അല്ലല്ലോ. ഉമ്മക്ക് അപ്പം തന്നെ പറഞ്ഞത്, മിസ്റ്റർ ലത്തീഫ്, നിങ്ങൾ മിസ്റ്റർ മേനോനെയും കൂട്ടി അടിയന്തരമായിട്ട് എന്നെ കാണാൻ വരണം, കഴിയുമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ. അതോടെ കാര്യങ്ങൾ കീഴ്മേലും മറിഞ്ഞു. കാണാൻ ചെന്ന മേനോനെ ഉമ്മുക്ക ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞ് അഭിനന്ദിച്ചു. മേനോൻ സംവിധായകനായപ്പോൾ ഇഷ്ടമാണ്, പക്ഷേ കാര്യം നിസ്സാരം, നയം വ്യക്തമാക്കുന്നു, ശേഷം കാഴ്ചയിൽ മുതലായ സിനിമകളിൽ ഉമ്മുക്കയെ അഭിനയിപ്പിക്കുകയും ചെയ്തു. മേനോൻ്റെ ഇളയ സഹോദരി സുഷമയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം മദ്രാസിൽ നിന്ന് KP ഉമർ കേരളത്തിലെത്തി. അപ്പോൾ പറഞ്ഞു വന്നതിൽ ഇടയ്ക്ക് കയറിയൊരു കഥ വന്നതാണ്. യൂസഫ് ഖാന് ദിലീപ് കുമാർ ആകാമെങ്കിൽ, അബ്ദുൽ ഖാദറിന് പ്രേം നസീർ ആകാമെങ്കിൽ, PA മുഹമ്മദ് കുട്ടിക്ക് ഉമർ ഷെരീഫ് ആകാം. ഈ പേരുമാറ്റം തന്നെയും ജനസമ്മതനാക്കുമെന്ന് മമ്മൂക്ക കരുതി. ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പോലും അറിയില്ല മോന് കോളേജിൽ ഉമർ ഷെരീഫ് എന്നാണ് പേരെന്ന് അവർക്ക് പോലും അറിയില്ല. എല്ലാം സഹപാഠി ശശിധരൻ കുളവാക്കി. മഹാരാജാസിലും ലോ കോളേജിലും എല്ലാവരും മമ്മൂട്ടി എന്ന് വിളിക്കുമ്പോൾ ഈ പേര് ഒരു മോശം പേരായി തന്നെ മമ്മൂക്ക കണ്ടു. ബാപ്പയുടെ പേര് മുഹമ്മദ് കുട്ടി എന്നായിരുന്നു. അതിനാലാണ് പാരമ്പര്യമായി മുഹമ്മദ് കുട്ടി എന്ന പേര് മമ്മൂക്കയ്ക്ക് ഇട്ടത്. പ്രവാചകൻ്റെ പേരായ മുഹമ്മദിലാണ് യഥാർത്ഥ മുഹമ്മദ് കുട്ടി എന്നിടാനുള്ള കാരണം പ്രവാചകൻ്റെ പേരിലുള്ള മുഹമ്മദാണ് എന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ടോ ഈ പേര് ഒരു പഴഞ്ചൻ പേരാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ദൈവത്തിൻ്റെ പേരിടുന്നത് ഇനി സൂക്ഷിച്ചു വേണമെന്ന് ജാനകി വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള നമ്മുടെ മുമ്പിൽ തെളിയിച്ചതാണ്. അത് ഇപ്പോൾ പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പ്രവാചകൻ്റെ പേരെന്നൊക്കെ പറഞ്ഞിട്ടാൽ ഇനി ചിലപ്പോൾ വിവരമറിയും എന്ന് മുസ്ലിം നാമധാരികൾ പേരിടുമ്പോൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. സെൻസറോട് പറയും, ഈ പേരിടാക്കില്ല, ഇത് പ്രവാചകൻ്റെ പേരാണ് എന്ന് പറയാം. മുഹമ്മദ് കുട്ടി എന്ന പേരിലല്ല MDയുടെ ദേവലോകത്തിൽ അഭിനയിക്കാനുള്ള ഓഫറുമായി ആദ്യ കത്ത് വന്നത്. മുഹമ്മദ് കുട്ടി എന്നായിരുന്നില്ല അതിലെ അഡ്രസ്സ്. പിന്നെയോ മമ്മൂട്ടി എന്നായിരുന്നു. അപ്പോൾ സിനിമയിൽ അല്ലെങ്കിൽ ആ കത്തിൽ എഴുതിയിരുന്ന അഡ്രസ്സിൽ മമ്മൂട്ടി എന്നാക്കിയത് വേണമെങ്കിൽ
MD വാസുദേവൻ നായരായിരുന്നു എന്ന് പറയാം. മഞ്ചേരി കോടതിയിൽ മഞ്ചേരി ശ്രീധരൻ നായരോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് അഡ്വക്കേറ്റ് PA മുഹമ്മദ് കുട്ടി എന്ന പേരാണ് അവിടെ ബോർഡായിട്ട് വച്ചിരുന്നത്. ഒരു നാൾ പോസ്റ്റ്മാൻ അന്വേഷിച്ചു വരുന്നു. അയാളുടെ കയ്യിൽ അഡ്വക്കേറ്റ് മമ്മൂട്ടിക്ക് ഒരു കത്തുണ്ട്. അഡ്വക്കേറ്റ് മമ്മൂട്ടി എന്ന ഒരു വക്കീൽ മഞ്ചേരിയിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് പോസ്റ്റ്മാൻ കേട്ടിട്ടേയില്ല, കണ്ടിട്ടുമില്ല. ജനശക്തി ഫിലിംസിൽ നിന്നും MT അയച്ച കത്താണ്. ഉറപ്പായും ആ കത്ത് തനിക്കായിരിക്കും എന്ന് PA മുഹമ്മദ് കുട്ടി ഉറപ്പിച്ചു. കത്ത് വാങ്ങിച്ചു. കോളേജിൽ ഉപേക്ഷിച്ചു പോയ മമ്മൂട്ടി എന്ന പേര് ഇവിടെയും മഞ്ചേരിയിലും സിനിമയിൽ അഭിനയിക്കാനുള്ള പേരുമായി വന്നിരിക്കുന്നു. ദേവലോകം മടങ്ങിപ്പോയെങ്കിലും MT വാസുദേവൻ നായർ തന്നെ രചന നിർവഹിച്ച, ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ മമ്മൂട്ടി എന്ന പേരിൽ സിനിമയിൽ തുടക്കം കുറിച്ചു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ മമ്മൂട്ടിയുടെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. 150 രൂപയായിരുന്നു VBK മേനോൻ കൊടുത്തത്. അത് 75 രൂപ വെച്ച് 2 തവണയായിട്ട്. ആ പടത്തിലെ നായകനായ സുകുമാരന് കൊടുത്തത് 30,000 രൂപയായിരുന്നു. മമ്മൂട്ടിയുടെ മൂന്നാമത്തെ സിനിമയായിരുന്നു PG വിശ്വംഭരൻ്റെ സ്ഫോടനം. ജയനെ നായകനാക്കി ജയനും ഷീലയും നമ്മുടെ വിജയ മൂവീസ് ബാബു സേവ്യറും കൂടി നിർമ്മിക്കാൻ പ്ലാൻ ചെയ്ത സിനിമയായിരുന്നു സ്ഫോടനം. അദ്ദേഹം ജയൻ മരിച്ചു പോയപ്പോൾ പകരം ഷീലയും വിജയ മൂവീസ് ബാബു സേവ്യറും കൂടെയാണ് ആ പടം നിർമ്മിച്ചത്. ഈ സിനിമയിൽ മമ്മൂട്ടി ഷീലയുടെ സഹോദരൻ്റെ വേഷത്തിലാണ് അഭിനയിച്ചത്. അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ PG വിശ്വംഭരൻ പറഞ്ഞു, മമ്മൂട്ടി എന്ന പേര് മാറ്റണം. ജാതിയും മതവും ഇല്ലാത്തൊരു പേരുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിൽ നിന്നും പ്രേക്ഷക പിന്തുണയും ആരാധകരും ഒക്കെ ഉണ്ടാവും. നമുക്ക് പുതിയൊരു പേരിടാം എന്നായി PG വിശ്വംഭരൻ. മമ്മൂട്ടിക്ക് സമ്മതം. PG വിശ്വംഭരൻ പേരിട്ടു സജിൻ. എന്തൊരു ബോറായിരുന്നല്ലേ ഇദ്ദേഹത്തിന്. മമ്മൂട്ടിക്ക് സജിൻ എന്നായിരുന്നു പേരെങ്കിൽ. സ്ഫോടനത്തിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ മമ്മൂട്ടിക്ക് ന്യായമായ ഒരു സംശയം. സജിൻ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന് എഴുതിയിരിക്കുന്നു. പടം റിലീസായപ്പോൾ പുറത്തുള്ള പേരിനെ പ്രേക്ഷകർ തള്ളിക്കളഞ്ഞു. ബ്രാക്കറ്റിലുള്ള പേരങ്ങ് അംഗീകരിച്ചു. മമ്മൂട്ടി മതിയെന്നായി. കുട്ടിക്കാലം മുതൽ മനസ്സുകൊണ്ട് വെറുക്കുകയും ആക്ഷേപിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത മമ്മൂട്ടി എന്ന പേര് അറിയപ്പെടുന്ന താരമായി ഉയർത്തി മമ്മൂട്ടിയെ. വിദേശത്ത് പലരും മാംടി അല്ലെങ്കിൽ മാമൂട്ടി എന്നൊക്കെ പല രീതിയിൽ വിളിക്കാൻ തുടങ്ങി. വടക്കേ മലബാറിലെ ഏതോ ഒരു വൃദ്ധൻ്റേതെന്ന് കരുതുന്ന ആ പഴഞ്ചൻ പേര് തന്നെയായിരുന്നു പിന്നെ ഉറപ്പിച്ചത്. ആ പേര് മമ്മൂട്ടി എന്ന മനുഷ്യനെ ആൾക്കൂട്ടത്തിൽ ഒരാൾ എന്നതുപോലെ അടുക്കാനും അലിയാനും സഹായിക്കുന്നതായി. മമ്മൂട്ടിയുടെ പരിചയത്തിൽ സതീർത്ഥനായിരുന്ന ഒരു കുട്ടപ്പനുണ്ടായിരുന്നു. കുട്ടപ്പൻ എന്ന പേര് മോശമാണെന്ന് തോന്നിയ ആ സഹപാഠി പ്രകാശൻ എന്ന് പേര് മാറ്റി ഗസറ്റിൽ പരസ്യം കൊടുത്തു. പിന്നീട് പ്രകാശനെ അറിയപ്പെട്ടത് പ്രകാശൻ കുട്ടപ്പൻ എന്ന പേരിലായിരുന്നു. അപ്പോഴും പ്രകാശൻ്റെ കുട്ടപ്പൻ പുറകെ പോയി എന്നുള്ളതാണ്. മമ്മൂട്ടിയെ നായകനാക്കി സിനിമകൾ ചെയ്യുമ്പോൾ ചെല്ലപ്പൻ എന്നായിരുന്നു ഒരു സംവിധായകൻ്റെ പേര്. സംവിധായകൻ ചെല്ലപ്പൻ. സഹസംവിധായകനായി ജോഷിയുടെയും PG വിശ്വംഭരൻ്റെയും കൂടെ സിനിമകൾ ചെയ്യുന്ന കാലത്ത് തേവലക്കര ചെല്ലപ്പനായിരുന്നു. എന്നാൽ നാട്ടിൽ തേവലക്കര അറിയപ്പെട്ടിരുന്നത് കാക്കച്ചെല്ലപ്പൻ എന്നായിരുന്നു. 2-3 സിനിമകൾ സംവിധാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെല്ലപ്പണ്ണന് തോന്നി പേരിനൊരു ഗമയില്ല, ഒന്ന് മാറ്റണം എന്ന് ചെല്ലപ്പണ്ണൻ തീരുമാനിച്ചു. പുതിയ തലമുറയിലെ പേരിടണം. ആലോചനകൾ പല വഴിക്ക് പോയി. ദിനേശ് എന്നിടാം എന്നുവരെ ആലോചിച്ചു. ഒടുവിൽ കോരച്ചേട്ടൻ പറഞ്ഞിട്ട് പ്രശാന്ത് എന്ന് പേര് മാറ്റി. പക്ഷേ രക്ഷപ്പെട്ടില്ല. കാരണം പ്രശാന്ത് എന്ന് പേര് മാറ്റിയാലും സിനിമാക്കാർ ചെല്ലപ്പണ്ണാന്നേ വിളിക്കൂ. അപ്പോൾ ടൈറ്റിലിൽ പ്രശാന്ത് എന്ന് വെച്ചിട്ടും അദ്ദേഹത്തിന് പിന്നെ വിജയ സിനിമകളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സ്വന്തം അച്ഛനമ്മമാർ ഇടുന്ന പേര് കൊള്ളെല്ലാം ധരിക്കുന്ന എത്രയോ സിനിമാക്കാരുണ്ട് ഇവിടെ. എൻ്റെ പേര് ആൾക്കാർ വിളിച്ച് മധുരതരമാക്കി എന്നാണ് മമ്മൂട്ടി എന്ന പേരിനെക്കുറിച്ച് മമ്മൂട്ടി തന്നെ പറയുന്നത്. ഞാൻ മമ്മൂട്ടിയെ എപ്പോഴാണ് സ്നേഹിച്ചു തുടങ്ങിയതെന്ന് മമ്മൂട്ടിക്ക് തന്നെ അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉപേക്ഷിക്കാൻ നോക്കിയിട്ടും മമ്മൂട്ടി എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് മമ്മൂക്കയുടെ പക്ഷം. ഉമ്മയും ബാപ്പയും
മുഹമ്മദ് കുഞ്ഞ് എന്ന് വിളിക്കുമ്പോൾ അതിന് മമ്മൂട്ടിയേക്കാൾ മധുരം തോന്നാറുണ്ടെന്നാണ് മമ്മൂക്ക പറയുന്നത്. പേരുകൾ സ്വയം മധുരമായി തീരണമെന്ന പക്ഷക്കാരനാണ് മമ്മൂക്ക. ഒരു കാര്യം എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാം, ഉമർ ഷരീഫിനേക്കാളും സജിനേക്കാളും മുഹമ്മദ് കുഞ്ഞിനേക്കാളും 1000 കാതം അകലെയാണ് മധുരതരമായ മമ്മൂട്ടി എന്ന പേരിൻ്റെ സ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കാണുന്ന നിങ്ങൾക്കും അതായിരിക്കും അഭിപ്രായമെന്ന് എനിക്ക് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഉമർ ഷരീഫ് എന്നിട്ടാൽ നമ്മൾ ആ അറേബ്യൻ നടനെക്കുറിച്ച് ആലോചിക്കും. സജിൻ എന്ന് പറയുമ്പോൾ ഏതോ പിള്ളേർ കളി, ഏതൊരു ചെറുക്കന് ഇട്ട പേര് പോലെ തോന്നും. മുഹമ്മദ് കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഒരു ടിപ്പിക്കൽ മുസ്ലിം പേര് മാത്രമാവും. എന്നാൽ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു മെഗാ സ്റ്റാറിനെ നമ്മളെ മനസ്സിലേക്ക് അറിയാതെ കൊണ്ടുവരും അല്ലേ? ആ പേര് തന്നെയാണ് മമ്മൂക്കയ്ക്ക് എന്നും യോജിക്കുന്നത് എന്ന പക്ഷമാണ് എനിക്കുള്ളത്. മമ്മൂട്ടി എന്ന പേരിൽ മലയാളികളുടെ അഭിമാനമായി, മലയാള സിനിമയുടെ നെടുംതൂണായി ഒരുപാട് കാലം ആ പേര് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.